വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് തൃശൂരിൽ മത്സരത്തിനിറങ്ങുന്നതെന്ന് UDF സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലൻ പറയുന്നു. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നതുകൊണ്ട് തന്നെ കവി ആലങ്കോടിന്റെയും പത്മജയുടെയും സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയല്ല. സുരേഷ് ഗോപി MP-യുടെയും ബാലചന്ദ്രൻ MLA-യുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ഈ തിരഞ്ഞെടുപ്പിൽ UDF-ന് കാര്യങ്ങൾ എളുപ്പമാകുമെന്നും രാജൻ ജെ പല്ലൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തൃശൂർ നഗരത്തിന്റെ മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായ രാജൻ ജെ പല്ലനാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടുകയാണ്. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാനും എൻ്റെ പാർട്ടിയും UDF-ഉം ഒക്കെ മത്സരരംഗത്ത് ഇറങ്ങുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ UDF-ന് വലിയ അനുകൂല തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായ പോരാട്ടമായിരിക്കും തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വ്യക്തിപരമായി ആ മത്സരത്തെ നോക്കിക്കാണുമ്പോൾ ഒരു വെല്ലുവിളിയായി തോന്നുന്നത് എന്താണ്? ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിലും കൗൺസിലറായിരിക്കുന്ന കാലഘട്ടങ്ങളിലും ഞാനടക്കമുള്ള മേയർമാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നോക്കിക്കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 10 വർഷക്കാലം LDF ഭരണസമിതിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് 10 വർഷക്കാലം LDF MLA ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ നോക്കിക്കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ തൃശ്ശൂർ പട്ടണത്തിലെ നിവാസികൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പത്മജ വേണുഗോപാൽ മുൻ കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ഇടയിൽ അറിയപ്പെടുന്ന ആളാണ്. കോൺഗ്രസ്സുകാർക്ക് പോലും ഇപ്പോഴും അവരോട് സിമ്പതിയൊക്കെ ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാക്കരുതുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം. അവർ BJP സ്ഥാനാർത്ഥിയാണ്. താമരയാണ് അവരുടെ ചിഹ്നം. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വ്യത്യാസമാണ്. ആ രാഷ്ട്രീയമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ജനപ്രതിനിധി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ മണ്ഡലത്തിൽ BJP-ക്ക് വലിയ തോതിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് തൃശ്ശൂർ മണ്ഡലത്തെ, പൊതുവായി മാറിയ മണ്ഡലത്തെ വിലയിരുത്തുന്നത്? അല്ല, അന്ന് തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ഇന്നൊരു കുറ്റബോധം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് MP-യുടെ ഭാഗത്തുണ്ടായത് എന്നാണ് എനിക്ക് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതൊക്കെ ജനങ്ങളിപ്പോൾ തിരുത്തും എന്ന കാര്യം സംശയമില്ല. വിജയിക്കുമെന്ന് തന്നെയുള്ള ഉറച്ച ആത്മവിശ്വാസവും രാജൻ ജെ പല്ലൻ പ്രകടിപ്പിക്കുന്നു. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.